നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒരു പ്ലീറ്റഡ് ടോപ്പ്, അതായത് ചുരിദാറിൻ്റെ പ്ലീറ്റഡ് ടോപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എൻ്റെ സ്റ്റുഡൻ്റാണ്, അപ്പോൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ അളവെടുക്കുന്ന രീതിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ആദ്യം എടുക്കുന്നത് നമുക്ക് ഇറക്കമാണ് എടുക്കുന്നത്, അതായത് ലെന്ത്. ഷോൾഡറിൻ്റെ നമ്മുടെ ടേപ്പിൻ്റെ 1 എന്നുള്ള നമ്പർ ഈ ഭാഗത്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്തുമാത്രം ഇറക്കം വേണം കണ്ടില്ലേ, ഇത് നേരെ നോക്കിയിട്ട് നമുക്ക് എന്തുമാത്രം ഇറക്കം വേണം ആ ഇറക്കം എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 44 ഇറക്കം എടുത്തിട്ട് എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂടെ കൂട്ടിയിടും. അത് കഴിഞ്ഞതിന് ശേഷം ഈ ലെന്തിൽ നമുക്ക് ബോഡി പാർട്ട് മനസ്സിലാക്കണം. 44 നമ്മൾ ഇറക്കം എടുത്തു. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ നീളം, അതായത് ഇറക്കം 13.5 വേണ്ടത്. ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കും. 13.5 കൊടുത്തിട്ട് ബോഡി പാർട്ട് 13.5 എന്നിട്ട് പ്ലസ് 1/2. അത് 1/2 എടുക്കുന്ന ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഇറക്കം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറാണ്. ഷോൾഡർ എടുക്കുമ്പോൾ നമ്മുടെ ഈ ബോണിൽ നിന്ന് ഈ ബോണിൽ ഇങ്ങനെ തന്നെ എടുക്കണം. ബോളിൽ കണ്ടോ, ഇതേപോലെ തന്നെ ഷോൾഡർ എടുക്കണം. ഈ കുട്ടിക്ക് 14 വേണ്ടത്. ഫുൾ ഷോൾഡർ വരുന്നേക്കുന്നത് 14. അപ്പം നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ പകുതി എടുക്കും, 7 എടുക്കും. അപ്പോൾ ഷോൾഡർ 14, ബ്രാക്കറ്റിൽ വേണം എൻ്റെ ഹാഫ് എടുക്കുക. ഇനി നമ്മൾ വണ്ണാണ് കണ്ടുപിടിക്കുന്നത്. കൈ ഇങ്ങനെ പൊക്കിയതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് വണ്ണം നോക്കണം. 37. ചെസ്റ്റിൻ്റെ ഭാഗത്ത് നോക്കണം. ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് നോക്കണം. 36. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റ് ഭാഗത്ത് ലെന്ത് ഞാൻ പറഞ്ഞല്ലോ 13.5, അവിടുത്തെ വണ്ണം കൂടെ നോക്കണം. അവിടുത്തെ വണ്ണം വന്നേക്കുന്നത് 33. മനസ്സിലായല്ലോ. ഇതിന് ഞൊറിവിടുന്നതുകൊണ്ട് നമ്മൾക്ക് പ്ലീറ്റ് ഇടുന്നതുകൊണ്ട് നമ്മൾ ഹിപ്പ് ഭാഗത്ത് വണ്ണം എടുക്കുന്നില്ല. ഓക്കെ, ഇനി സ്ലീവിങ് ഇറക്കം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 8 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ആ സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് വേണ്ടത് ഞാനിവിടെ 8 എടുക്കുന്നത്. 8 എടുത്തിട്ട് നമ്മൾ ആ 8 കണ്ടുപിടിച്ച് അവിടുത്തെ വണ്ണം നോക്കണം. 13. സ്ലീവ് ലെന്ത് 8, അവിടുത്തെ വണ്ണം 13. ഓക്കെ, ഇനി ആം ഹോൾ റൗണ്ട് നമ്മൾ കൈ ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഇങ്ങനെ ടേപ്പ് ഇതേപോലെ ഇടണം. ഇതിന് ശേഷം കറക്റ്റ് നോക്കണം. 16. ഇനി വേണ്ടത് നെക്ക്. ഇവിടെ എടുക്കുന്നത് 6 ഇഞ്ച് എടുക്കാം. നമ്മുടെ ആവശ്യത്തിന് 4 ഇഞ്ച് എടുക്കുന്നു കേട്ടോ. ബാക്ക് നെക്ക് ഇങ്ങനെയാണ് ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ അളവ് പ്രകാരം നമുക്ക് തുണിയിലോട്ട് കട്ട് ചെയ്യാം. നമ്മൾ അളവെടുത്ത് വെച്ചിട്ടുണ്ട്. ആ അളവും പ്രകാരം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പം ഫുൾ ലെന്ത് വന്നേക്കുന്നത് 44. അതിൽ നിന്ന് ബോഡി പാർട്ടിൻ്റെ ലെന്ത് മൈനസ് ചെയ്യണം. 13.5 വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബോഡി പാർട്ട് 13.5 എടുക്കും. അപ്പോൾ 13.5 എടുത്തതിന് ശേഷം
പോസ് ചെയ്ത് നമ്മൾ അളവെടുത്തിട്ടുണ്ട്. ആ അളവും പ്രകാരം കട്ട് ചെയ്യുക. ആദ്യം നമുക്ക് വേണ്ടത് ബോഡി പാർട്ടിൻ്റെ ഇറക്കാണ്. ബോഡി പാർട്ട് നമുക്ക് വന്നേക്കുന്നത് 13.5. അപ്പോൾ ആദ്യം നമ്മൾ 13.5 മാറ്റിക്കുക. 13.5 അതിൻ്റെ കൂടെ തയ്യൽ തുമ്പിനും കൂടെ കൂട്ടിയെടുക്കണം. അപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ ജോയിൻറ്റും ഷോൾഡർ ജോയിൻറ്റും കൂടെ കൂട്ടിയെടുക്കണം. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഓക്കെ, ഞാൻ വീഡിയോയിൽ 1/2 ഇഞ്ചാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ ഈ പാവാട പീസും കൂടെ ജോയിൻ ചെയ്യുമല്ലോ, അപ്പോൾ തയ്യൽ തുമ്പ് വേണം. അപ്പോൾ എടുത്ത് വേണ്ടുന്ന ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. 13.5 + 1 14.5. അപ്പോൾ അത് ഒരു ഭാഗത്തേ ഉള്ളൂ. അപ്പോൾ ഈ 14.5 കൂടെ എടുക്കണം, ബാക്കും ഫ്രണ്ടും കൂടെ കേട്ടോ. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ 14. അപ്പോൾ നമുക്ക് ഇറക്കം മനസ്സിലായി. ഇനി നമ്മളെന്താ വണ്ണം കണ്ടേക്കുന്നത്. ചെസ്റ്റ് വണ്ണം എത്ര? 37. 37ൻ്റെ കൂടെ 4 ഇഞ്ച് കൂടെ കൂട്ടണം, 41. 41ൻ്റെ 4-1 ഭാഗം എടുക്കണം. 41ൻ്റെ 4-1 ഭാഗം 11 10.25 വരും. 10.25 എടുത്തിട്ട് 1.5 ഇഞ്ച് തയ്യട്ടുണ്ട്. അപ്പോൾ 10.25 1.5 കൂടെ ആകുമ്പോൾ 11.25. 11.25 ഞാൻ മടക്കി ഇട്ടേക്കുന്നത്. എന്നിട്ട് അത്രയും തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ 2ആയിട്ട് മടക്കണം. 2ആയിട്ട് മടക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡിസൈൻ നോക്കണം. തുണിയുടെ ഡിസൈൻ നോക്കണം. ഉണ്ടോ? ഇത് ഈ ഡിസൈൻ മുകളിലും താഴെയായിട്ട് ഉണ്ടാണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ മടക്കാം. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കി തിരിച്ച് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ എത്ര? 14. അതിൻ്റെ പകുതി 7 ഇഞ്ച് എടുക്കണം കേട്ടോ. 7 ഇഞ്ച് കൈക്കുഴി 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അളവെല്ലാം കറക്റ്റായിട്ട് എടുത്തേക്കുന്നത് ഇങ്ങനെ എടുക്കും. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്യണം. ഇതേപോലെ കട്ട് ചെയ്യാം. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്തില്ല. 6 ഇഞ്ചായിരുന്നു നെക്ക് വിത്ത്. 3 ഇഞ്ചാണ് 6 ഇഞ്ചാണ്. അപ്പോൾ പകുതി, അപ്പോൾ 3. നമ്മൾ തയ്ച്ച് വരുമ്പോൾ അതിൻ്റെ കൂടാതെ ഇപ്പോൾ 2.25 എടുത്താൽ മതി കേട്ടോ. നെക്ക് വിത്ത്, നെക്കിൻ്റെ ലെന്ത് 6 ഇഞ്ച്, ബാക്ക് പീസ് 4 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഏത് ഡിസൈനാണെന്ന് വെച്ചാൽ ഇതിലെ വരയ്ക്കും. ഞാൻ അപ്പോൾ ഈ ഇത് വരയ്ക്കുന്നത് ബാക്ക് ഇതേപോലെ. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ. ഷോൾഡർ കൈക്കുഴി. അത് കഴിഞ്ഞതിന് ശേഷം വണ്ണം നമ്മൾ കറക്റ്റായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ അരേഞ്ച് ഷേപ്പ് എടുത്തു. ഇന്നലെ അരേഞ്ച് എടുക്കുമ്പോഴേ ഇവിടെ നമ്മൾ 14.5 അല്ലേ എടുത്തത്. അവിടുത്തെ വണ്ണം 36 വന്നേക്കും. അതിനകത്ത് അന്നേരം നമ്മൾ 1 ഇഞ്ച് കൂടുതൽ എടുത്തു. അപ്പോൾ അതിൽ നിന്നല്ലേ പിന്നെ ഈ അര വീണ്ടും പോകണം. അത് ഷേപ്പ് ചെയ്ത് പോകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നെക്കിൻ്റെ വിട്ട് 6 ഇഞ്ചായിരുന്നു. അപ്പം ഞാനത് പകുതി, അതിൻ്റെ പകുതി 3 ഇഞ്ച്. 3 നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ച് വരുമ്പോൾ 3 ഇഞ്ച് എടുക്കുന്നിടത്ത് 2.25 എടുത്താൽ മതി. ഇന്ന് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ ലെന്ത്, ബാക്ക് നെക്ക് ലെന്ത്. ഇത്രയും മനസ്സിലായില്ല? കട്ട് ചെയ്യട്ടോ, ഉറപ്പ്. ഷോൾഡർ
7 മൊത്തത്തിൽ 7 അതിനകത്തൊന്ന് 14 7. ആദ്യം ബാക്കിലെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട് എടുത്ത് വെട്ടത്, ഫ്രണ്ട് മാത്രം. ഓപ്പൺ ചെയ്ത് ഷോൾഡർ ഫ്രണ്ടും ബാക്കും. അപ്പോൾ കറക്റ്റ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബോഡി പാർട്ട് വെട്ടി എഴുതി ഇനി പാവട പീസാണ് കട്ട് ചെയ്യേണ്ടത്. 44 44 നിന്ന് 13.5 മൈനസ് ചെയ്ത് ബാക്കി എത്ര? 30. ഇനി പാവട പീസ് വേണ്ടത് 30. ഇറക്കം വേണ്ടത് 30. വണ്ണം കാണുന്നത് നമ്മുടെ ഇവിടുത്തെ വണ്ണം 36, വേസ്റ്റ് ഭാഗത്തെ വണ്ണം 36 ആയിരുന്നു. അതിനോട് 4 ഇഞ്ചും കൂടെ കൂട്ടിയപ്പോൾ 40. 40ൻ്റെ കൂടെ ഇരട്ടി എടുക്കണം. അതാണ് ഞൊറിവിടാനായിട്ട് എടുക്കുന്നത്. 80 ഇല്ലെങ്കിൽ പകുതിയായാലും 2 പകുതി 60-65 ആയാലും മതി. 80 ഉണ്ടെങ്കിൽ നല്ല ഞൊറിവിടുക തുണി ഉള്ളതനുസരിച്ച്. ഇപ്പോൾ സാരി പീസ് ആയതുകൊണ്ട് തുണി കാണുമല്ലോ. അപ്പം നമുക്കതിൻ്റെ അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ, തുണിയുള്ളതനുസരിച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇടയ്ക്കെത്ര? 30. നമുക്കിവിടെ 30 വേണം. പിന്നെ 1/2 ഇഞ്ച് ജോയിൻറ്റ് വേണം. 31. ഇവിടെ മടക്കി തയ്ക്കുന്നില്ല, കാരണം ബോർഡർ ഉണ്ട്. അത്രയും കട്ട് ചെയ്തെടുത്ത് 80 ഇഞ്ച് വീതിയിൽ എടുക്കുക കേട്ടോ. 80 ഇഞ്ച് 40 ആണ് നമുക്ക് വേണ്ടത്. 40 80 എടുക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലൈനിങ് ഇടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുത്തതിന് ശേഷം ഇറക്കം മാത്രം ഒരു 2 ഇഞ്ച് കുറയ്ക്കാം. അത്രയേ ഉള്ളൂ. നമ്മൾ പാവാട പീസും വെട്ടിക്കഴിഞ്ഞു, ബോഡി പാർട്ടും വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വെട്ടാനുള്ള? സ്ലീവും കൂടെ കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ഇറക്കം എത്ര വേണ്ടതെന്ന് വെച്ചിട്ട് നമുക്ക് ബോർഡർ മടക്കണമെങ്കിൽ മടക്കി തയ്ക്കാം കേട്ടോ. എന്നിട്ട് വണ്ണം എത്ര ആയിരുന്നു? നമുക്ക് ആമ്പോൾ വണ്ണം നിൽക്കുന്നത് മനസ്സിലാക്കാം. 7 ഇഞ്ചല്ലേ, 7ൻ്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടി എഴുതി കേട്ടോ. 7 3 നമുക്ക് ആമ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 7 ഇഞ്ചല്ലേ, അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടുക. 7 3 10. അങ്ങനെ 10 എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് 3.5 ഇഞ്ച് കുടിച്ച് വെട്ടുക. കണ്ടോ? എന്നിട്ട് ഇവിടുത്തെ ആമ്പോൾ സ്ലീവിൻ്റെ വണ്ണം എത്രയായിരുന്നു? ഇവിടെ 13. അപ്പോൾ 6 തയ്യത്ത് പോകും.
സ്ലീവായി. ഇതേപോലെ തന്നെ ഒന്നുകൂടെ എടുക്കാം കേട്ടോ. അത് വെച്ച് തന്നെ വെട്ടി കട്ട് ചെയ്താൽ മതി കേട്ടോ. മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് സെൻറ്റർ ഭാഗമെന്ന് നോട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് മാറ്റാം, സ്ലീവും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ലൈനിങ് ആകുമ്പോൾ ഇതേ കുറച്ച് തന്നെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് നമ്മൾ കഴുത്തിന് ക്രോസ് പീസ് വെച്ച് ചെയ്യുക. കഴുത്തിന് നമ്മൾ നെക്ക് ചെയ്തല്ല, അപ്പോൾ ഞാൻ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത് പറഞ്ഞുതരാം കേട്ടോ. ക്യാൻവാസ് ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മൾ നെക്ക് വെട്ടി. അപ്പോൾ ക്രോസ് പീസ് വെച്ച് ചെറിയ രീതിയിൽ മടക്കി തയ്ക്കുന്ന രീതി പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും വെട്ടി നോക്കാം.